Dear students, in this session, we will be discussing about maximum length sequence. It is also denoted as ML sequence, that is maximum length sequence. So, we can define this maximum length sequence. Suppose we have studied about the pseudo noise sequence, right? Actually, it is generated by the shift register along with the parity generator, right? So when the pseudo noise sequence generated by the feedback shift register, which is having the length of 2 raised to m minus 1, then it is called a maximal length sequence. So actually maximal length sequence is produced by the pseudo sequence generator or pseudo noise sequence generator, and if that pseudo noise sequence generated by the shift register or feedback shift register has the length of 2 raised to m minus 1, that means it is the maximal length for having m number of flip-flops. So the maximal length will be maximal length of the sequence produced will be 2 raised to m minus 1. So if that length is 2 raised to m minus 1, then it is called maximal length sequence. So pseudo noise sequence generate ചെയ്യുന്ന അതായത് പി എൻ സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അത് മാക്സിമം ലെങ്ത്തുള്ള സീക്വൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് ആ മാക്സിമം ലെങ്ത്തുള്ള സീക്വൻസിനാണ് എന്ത് പറയുന്നത് എം എൽ സീക്വൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് എത്രയാണ് 2. അപ്പോൾ എം ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്ര 2 raised to m minus 1 ആയിരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് എ സൈക്ലിക് കോഡ് and it represents a PN sequence itself. Okay, so let us see the properties of ML sequence. 3 different properties are there for ML sequence. First is balance property, run property, autocorrelation property. What is balance property? In each period of a maximum length sequence, the number of ones always more by one number than the number of zeros. സോ ബാലൻസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു പി എൻ സീക്വൻസ് ജനറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. പി എൻ ജനറേറ്റർ ഒരു പി എൻ സീക്വൻസ് ജനറേറ്റ് ചെയ്തു. അതിൻ്റെ മാക്സിമം ലെങ്ത് 2 raised to m minus 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് എം എൽ സീക്വൻസ് എന്ന് പറയാം. ആ എം എൽ സീക്വൻസിന് ഒരു പീരീഡ് ഉണ്ടായിരിക്കും അല്ലേ. എം എൽ സീക്വൻസിന് സപ്പോസ് ഒരു ഏത് സീക്വൻസ് ഇപ്പോൾ 10 110 110 എന്നുള്ള ഒരു 10 എണ്ണമുള്ള ഒരു സീക്വൻസാണ് ജനറേറ്റ് ചെയ്യുന്നത്, റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ലെങ്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഇപ്പോൾ 10 ബിറ്റുള്ള ലെങ്ത് ആണെന്ന് വിചാരിക്കാം. ആ 10 ബിറ്റുള്ള ലെങ്ത്തിൽ ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് വൺസും നമ്മൾ കൗണ്ട് ചെയ്യും, ടോട്ടൽ നമ്പർ ഓഫ് സീറോസും കൗണ്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ടോട്ടൽ നമ്പർ ഓഫ് സീറോസിനേക്കാളും 1 അധികമായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബാലൻസ് പ്രോപ്പർട്ടി, ഇൻ ഈച്ച് പീരീഡ് ഓഫ് എ മാക്സിമം ലെങ്ത് സീക്വൻസ് ദി നമ്പർ ഓഫ് വൺസ് ഓൾവേസ് മോർ ബൈ 1 number ദാൻ ദി നമ്പർ ഓഫ് സീറോസ്. For an ML sequence generated by an n-stage shift register with linear feedback, we can define it as period is equal to 2 raised to n minus 1. So n-stage shift register use ചെയ്യുന്ന flip-flop യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ നമ്പർ ഓഫ് അതിൻ്റെ പീരീഡ് എത്ര സീക്വൻസ് പ്രൊഡ്യൂസ് 2 raised to n minus 1 ബിറ്റ്സ് ഉണ്ടായിരിക്കും. അത് ജനറേറ്റ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 2 raised to n minus 1 സീക്വൻസസ് അല്ലെങ്കിൽ ബിറ്റ്സ് സീക്വൻസിൽ 2 raised to n minus 1 ബിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2 raised to n minus 1. അതായത് ഇപ്പോൾ n ഒരു 10 എണ്ണമുള്ള ഷിഫ്റ്റ് വെച്ച് 2 raised to 10 minus 1 ഇത്രയും ബിറ്റ്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പീരീഡ് അത്രയും ബിറ്റ്സ് തന്നെയാണ്. അപ്പോൾ അതിലുള്ള നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നമ്പർ ഓഫ് വൺസിന് 2 raised to n minus 1 വൺസ് ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്താൽ 2 raised to n minus 1 minus 1 സീറോസും ഉണ്ടായിരിക്കും. അപ്പോൾ ബാലൻസ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ ഫോളോ ചെയ്യണം. അതായത് നമ്പർ ഓഫ് വൺസിന് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസിനേക്കാളും 1 കൂടുതലായിരിക്കണം. നെക്സ്റ്റ് ഈസ് റൺ പ്രോപ്പർട്ടി. Run means the subsequence of identical symbols, that is 1 or 0, within one period of the sequence, and the length of the subsequence is the length of the run. സോ നമ്മളിപ്പോൾ ഒരു സീക്വൻസ് മാക്സിമം ലെങ്ത് സീക്വൻസ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ആ സീക്വൻസിൽ റാൻഡം ആയിട്ടുണ്ടല്ലേ 1 0 1 1 0 എന്നുള്ളൊരു കോമ്പിനേഷൻ. ചിലപ്പോൾ ഒരു 10 ബിറ്റുള്ള ഒരു സീക്വൻസാണ് നമ്മൾ ജനറേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ 1ൻ്റെയും 0ൻ്റെയും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് 1 0 എന്നുള്ള ഒരു 10 എണ്ണത്തിൽ ഒരു 1 0 എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ഏതെങ്കിലും പോർഷനിൽ 1 0 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഐഡൻറ്റിക്കൽ സീക്വൻസിനാണ് എന്ത് പറയുന്നത് റൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 1 0 1 1 0 അങ്ങനെ എന്ത് 1 1 എന്നുള്ള കോമ്പിനേഷൻ വരാം, അല്ലെങ്കിൽ 1 1 എന്നുള്ള കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊരു റണ്ണാണ്, അതൊരു സബ്സീക്വൻസ് ആണ്. അപ്പോൾ അങ്ങനെ റൺ മീൻസ് സബ്സീക്വൻസ് ഓഫ് ഐഡൻറ്റിക്കൽ സിമ്പിൾസ്
ഐഡൻറ്റിക്കൽ സിമ്പിൾസ് ഉള്ള സബ്സീക്വൻസിനാണ് എന്ത് പറയുന്നത്, റൺ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കണം, ആ സീക്വൻസിൻ്റെ പീരീഡിലായിരിക്കണം. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സ്യൂഡോ നോയ്സ് ML സീക്വൻസിൻ്റെ പീരീഡിനുള്ളിൽ ഐഡൻറ്റിക്കലായിട്ടുള്ള സബ്സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സബ്സീക്വൻസിനാണ് എന്ത് പറയുന്നത്, റൺ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ആയിട്ട് നമ്മൾ ഐഡൻറ്റിക്കലായിട്ട് വരാൻ പറ്റുന്ന ചാൻസ് എത്രയാണ്? ഇപ്പോൾ 10, ഇപ്പോൾ 10 ഉള്ളതിൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് ഐഡൻറ്റിക്കൽ ആയിട്ടുണ്ട് അല്ലേ. 1 0 1 1 0 1 മാത്രം എടുക്കുകയാണെങ്കിൽ 1 വേറെയും കുറേ 1 ഉണ്ടാവും, 0 മാത്രം എടുക്കുക വേറെയും കുറേ 0 ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്നൊരു സബ്സീക്വൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചാൻസ് എത്രയാണ്? 50% ചാൻസ് ആണ് അല്ലേ, ഒരേപോലെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ റൺ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ദിസ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്സ് ദാറ്റ് എമംഗ് ദി റൺസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ഇൻ ഈച്ച് പീരീഡ് ഓഫ് മാക്സിമം ലെങ്ത് സീക്വൻസ് 1/2 the runs of each kind are of length 1 and 1/4 are of length 2, 1/8 are of length 3 and so on. അപ്പോൾ അതായത് m ലെങ്ത്തുള്ള ഒരു സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാക്സിമം നമ്പർ ഓഫ് റൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? m+1/2. സോ ദി ടോട്ടൽ നമ്പർ ഓഫ് റൺസ് വിൽ ബി m+1/2. അങ്ങനെയല്ലേ ഇടോ. ഇപ്പോൾ നമ്മളിപ്പോൾ 1 0 1 1 0 ഒരു 5 നമ്പറുള്ള ഒരു സീക്വൻസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിലുണ്ടാകുന്ന സബ്സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 സബ്സീക്വൻസ് ഉണ്ടായിരിക്കുമോ? ഇല്ല. അതിന് സബ്സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എടുക്കണം അല്ലേ. അപ്പോൾ അതെന്തായാലും 5 എണ്ണം ഉണ്ടായിരിക്കില്ല, അതിനേക്കാളും കുറവായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ 1 0 എന്നെടുത്തു, അടുത്തന്നെ 0 1 എടുത്തു, അങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ അതിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ സബ്സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സബ്സീക്വൻസ് അതിനേക്കാളും കുറവായിരിക്കും. അപ്പം നമുക്ക് അതിന് ജനറൽ ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റൺസ് വിൽ ബി m+1/2. m+1/2. ഇപ്പോൾ 9 എണ്ണമുള്ള ഒരു 9 ബിറ്റുള്ളതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 9+1/2, അതായത് 10/2. 5 സബ്സീക്വൻറ്റ് മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ നമ്പർ ഓഫ് റൺസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതിൽ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള തന്നെ വരണം. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ, റൺ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ദിസ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്സ് ദാറ്റ് എമംഗ് ദി റൺസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ഇൻ ഈച്ച് പീരീഡ് ഓഫ് മാക്സിമം ലെങ്ത് സീക്വൻസ് 1/2 the runs of each kind are of length 1. അതായത് ഇപ്പം നമ്മളിപ്പം 1ൻ്റെയും 0യുടെയും നമുക്കൊരു 1 0 1 1 0 എന്നുള്ളൊരു പാറ്റേൺ ഉണ്ട്, 5 ബിറ്റുള്ള. അപ്പോൾ അതിൽ 1 മാത്രമുള്ള ഒരു റൺ എടുക്കുകയാണെന്ന് ഇരിക്കുക, 0 മാത്രമുള്ള ഒരു റൺ എടുക്കുകയാണെന്ന് ഇരിക്കുക. അപ്പോൾ അതിനുള്ള ചാൻസ് എത്രയാണ്? 1 മാത്രമുള്ള 1 എന്തായാലും റിപ്പീറ്റ് ചെയ്യില്ലേ. 1 0 1 1 0 എടുക്കുമ്പോൾ നെക്സ്റ്റ് ഒരു 1 വരുന്നത്, നെക്സ്റ്റ് ഒരു 1 0 മാത്രം എടുക്കുകയാണ്, 0 വരുന്നത്, അടുത്ത ഒരു 0 വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചാൻസ് എത്രയാണ്? 1/2 ആണ്. അതായത് 1/2 the runs of each kind are of length 1. അപ്പോൾ നമ്മൾ റൺസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 ലെങ്ത്തുള്ള റൺസ് എന്ന് പറയുന്നത്, അതായത് ഒറ്റൊരു ബിറ്റ് മാത്രം ലെങ്ത്തുള്ള ഐഡൻറ്റിക്കൽ സബ്സീക്വൻസ് എന്ന് പറയുന്നതിനുള്ള ചാൻസ് എത്രയാണ്? 1/2. അതായത് നമുക്ക് 5 ബിറ്റുള്ളയാണെങ്കിൽ അതിലുള്ള 2.5 എന്ന് പറയുന്നത് ഉള്ള റൺസ് എന്ന് പറയുന്നത് 2.5 ചാൻസ് ആണുള്ളത് ഒരു ബിറ്റ് ഉള്ള സബ്സീക്വൻസ് ഉണ്ടാവാൻ. ഇനി അടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ 2 ലെങ്ത്തുള്ള റൺസ് എടുക്കുകയാണെന്നിരിക്കും. 2 ലെങ്ത്തുള്ള റൺസ് 1 0 എന്നുള്ള റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 ലെങ്ത്ത്, അപ്പോൾ അത് എത്ര ഉണ്ടാവും? 5 ബിറ്റുള്ളതിനകത്ത് 2 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ 1/4 are of the length 2 and 1/8 are of length 3 and so on. അപ്പോൾ അതങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചാൻസ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. 3 ലെങ്ത്തുള്ള റൺസ് ഒരേപോലെ ഉണ്ടാവാനുള്ള ചാൻസ് 1/8 ആയി മാറും. പിന്നെ 4 ലെങ്ത്തുള്ള എന്ന് പറയുന്നത് 1/16 ആയി മാറും. അങ്ങനെയാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൺ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ആ പ്രോപ്പർട്ടി അതേപോലെ സ്റ്റേറ്റ് ചെയ്യാൻ അറിയണേക്കണം. This property states that among the runs of ones and zeros in each period of maximum length sequence, അപ്പോൾ ഒരു മാക്സിമം ലെങ്ത് സീക്വൻസ് ഒരു വലിയൊരു പീരീഡ് ആയിരിക്കും. ആ ലെങ്ത്തിനുള്ളിലുള്ള റൺസിൻ്റെ പ്രോബബിലിറ്റിയാണ് പറയുന്നത്. റൺസിന് എത്ര എണ്ണം ഉണ്ട്? 1/2 റൺസ് എന്ന് പറയുന്നത് പകുതി റൺസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ലെങ്ത് 1 ഉള്ള റൺസ് ആയിരിക്കും. ലെങ്ത് 2 ഉള്ള റൺസ് എന്ന് വെച്ചാൽ 1/4, 25% മാത്രമേ ലെങ്ത് 2 ഉള്ള റൺസ് ഉണ്ടായിരിക്കുള്ളൂ. ലെങ്ത് 3 ഉള്ള റൺസ് എന്ന് പറയുന്നത് 1/8 ആണ്. അതെന്ന് പറഞ്ഞാൽ എത്ര? 25ൻ്റെയും പകുതിയാണ് വരിക. ഓക്കെ, 12.5% മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി. ഓട്ടോ കോറിലേഷൻ ഓഫ് മാക്സിമം ലെങ്ത് സീക്വൻസ് ഈസ് പീരിയോഡിക് ആൻഡ് ബൈനറി വാല്യൂഡ്. അപ്പോൾ ഓട്ടോ കോറിലേഷൻ നമുക്കറിയാം, ഒരു ML സീക്വൻസ് തന്നെ അതിൻ്റെ ഓട്ടോ കോറിലേഷൻ അതേ സീക്വൻസുമായിട്ട് തന്നെ നമ്മൾ സിമിലാരിറ്റി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ML സീക്വൻസിൻ്റെ ഓട്ടോ കോറിലേഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ പീരിയോഡിക് ഫംഗ്ഷനും ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ബൈനറി വാല്യൂഡും ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ML
സീക്വൻസ്. ഓക്കെ,